ഹലോ ഗായ്സ്, ബൈ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡ് അയക്കണേ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. നമ്മൾ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഡയമണ്ട് മൈനിങ് ആണ്. നമ്മളെ ബിക്കാക്സ് ഫോർച്യൂൺ 3 ആഡ് ചെയ്തിട്ടേ നമ്മൾ മൈൻ ചെയ്യാൻ പോകുന്നുള്ളൂ. ഫോർച്യൂൺ 3 എന്ന് പറഞ്ഞാൽ പോയി ഡയമണ്ട് പൊട്ടിക്കുമ്പോൾ തന്നെ 3 നാളിനൊക്കെ കിട്ടുന്നതാണ്. ലക്കിൽ വലിക്കേ കിട്ടുള്ളൂ, ചിലപ്പോൾ ഒന്നൊക്കെ കിട്ടുള്ളൂ. നമ്മൾ ഇന്നത്തെ പരിപാടി അതാണ്. നമ്മൾ ഫോർച്യൂൺ 3 ആഡ് ചെയ്യണം. അപ്പോൾ കാണിക്കുന്നില്ല. അവിടെ കിട്ടിയറിയോ? അപ്പോൾ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അറിയോ എന്തൊക്കെ സുഖല്ലേ? ഇവിടെ വിഷയത്തിലേക്ക് കിടക്കാം. സ്പോണറുണ്ട്, ഇതൊക്കെ സുഖമാണല്ലോ. എന്താ പറയുക, നമ്മൾ ആ സൈഡ് ടോർച്ച് ചെയ്യണം. നമ്മളോട് ബിക്കാക്സിൽ ഫോർച്യൂൺ 3 ആഡ് ചെയ്തിരിക്കണേ. ഒരു കേവ് നിന്ന് കിട്ടിയതാണ്. കേവ് ഒരു സ്പൈഡറിൻ്റെയും സ്കെൽറ്റൻ്റെയാണ്. ആ സൈഡ് ഇതാ ഒരു കറുപ്പ് കളറിൽ അവിടെ ടോർച്ച് ഇട്ടിട്ട് അവിടെ ടോർച്ച് വെക്കണം. അതിന് കോഡ് വേണം. ചെസ്റ്റിലുണ്ടോ നോക്കട്ടെ. അതല്ല, മിക്കവാറും ഫർണസിലേക്കാരം. നോക്കട്ടെ. ആ, ഫർണസിലുണ്ട്. പിന്നെ നമ്മൾ പന്നീൻ്റെ അരച്ചിട്ടുണ്ട്, എടുക്കട്ടെ. നമ്മൾ എന്താ കാട്ടുക? നമുക്ക് ടോർച്ച് ഉണ്ടാക്കട്ടെ. അതോ മരം ഇല്ലല്ലോ. ടോർച്ച് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പോയിട്ട് ആ മരം വെട്ടി വരാം. എന്നാലും നമ്മളെ വീഡിയോ ഒരാൾക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. കണ്ടേ തീരൂ. ഇതിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം മരം മൈൻ ചെയ്യട്ടെ. ഇതിന് കിട്ടുന്ന സാപ്ലിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ ഫുൾ ഇതാക്കണം. അടുത്ത വീഡിയോക്ക് നമ്മളിവിടെ ഫുള്ള് മണ്ണൊക്കെ വെച്ച് ഗ്രാസൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നല്ല രസത്തിലുണ്ടാക്കാൻ നിൽക്കുകയാണ്. അവിടെ എൻഡർമാനെ കണ്ടിരുന്നു നേരത്തെ. എണ്ണിപ്പുകൾ കിട്ടിയിരുന്നു. നമുക്ക് പോയിട്ട് ടോർച്ച് ഉണ്ടാക്കാം. പോട്ടെ. ആദ്യം നമുക്ക് കുറേ എന്താണ് ഇതിൻ്റെ പേര്, വർക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കാം. എന്നിട്ട് അത് സ്റ്റിക്കാക്കണം. കുറേ ആവശ്യം വരും. കുറച്ച് എടുത്തേക്കാം. ഇവിടെ 6 ഉണ്ടായിരുന്നു. എന്ത് പൊട്ടനാണ്. ഒന്ന് നോക്കിക്കൂടെ ഇനിയില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. 32 ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് 22 ഉണ്ടാക്കിയാൽ മതി. ബാക്കി കോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇവിടെ വെച്ചേക്കാം. നമുക്ക് മൈനിങ്ങിന് പോകണം. ആദ്യം നമുക്ക് അവിടെ ടോർച്ച് ചെയ്യാം. അവിടെ സോംബികൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. നമുക്ക് അവിടെ പോവാം. ഇവിടെ ഞാൻ എന്ത് മൈനിങ്ങാണ് ചെയ്തിരിക്കുന്നത്? ചെറിയൊരു പേടിയുണ്ട്. ഞാനിവിടെ ടോർച്ച് ചെയ്തിട്ട് ആദ്യം നമുക്ക് ഇരിക്കാം, അല്ലെങ്കിൽ ആ കുണ്ടുകാട് പോകും. അവിടെ ഒന്ന് വെച്ചു, ഇവിടെ ഒന്ന് വെച്ചു. അതാ അതി നോക്കാം. ഇവിടെ എനിക്ക് ജോയ്സ്റ്റിക്കാണ് ഇഷ്ടം. ഇതാ ലേസറിലാണ്. ഇവിടെ ഇതാകുമ്പോൾ നടുവിലൊരു സൂചി പോലത്തെ സാധനമുണ്ട്. അപ്പോൾ കറക്റ്റ് എവിടെ വെക്കുക എന്നൊക്കെ അറിയാം. നമുക്ക് ഇവിടെ വെക്കണം. ഇവിടെ ഇട്ടാണ്. ഇവിടെയൊക്കെ വെക്കാം. ഇതൊക്കെ ടോർച്ച് ചെയ്യണം. അതിന് മുകളിലൊന്ന് വെക്കണം. ഇവിടെ ഫുള്ള് ഇട്ടാണ്. ഇവിടെ ഫുള്ള് പൊളിച്ചണമെങ്കിൽ ഇവിടെയും വെക്കാം. നമുക്കിനി താഴത്തേക്ക് ഇറങ്ങണം. അവിടെ തിരി വലിച്ചില്ല. അവർക്കൊക്കെ ഒന്ന് പോകണം. അവിടെ ഡയമണ്ട് ഇട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ചെറിയ കേവ് ഉണ്ടല്ലോ, അവിടെ എക്സ്പ്ലോർ ചെയ്യണം. ഈ മുകളിലൊക്കെ എന്താ കാട്ടുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അവിടെ കെട്ട് പോലെയാണ്. അവിടെ ഒരു സാപ്ലിങ് എടുക്കുന്നുണ്ട്. നമുക്കിവിടെ നടാം. ഈ മരം നടുമ്പോൾ ഒരു പാട്ട ഓർമ്മയുണ്ട്. എനിക്കറിയോ? ഒരു കൈ എങ്ങനെയാണ് തൈ നടാം നമുക്ക് വേണ്ടി. അതൊക്കെ ഒരു ഓർമ്മ. നിങ്ങൾ വെക്കേഷൻ അടിച്ച് പൊളിക്കണില്ലേ ഗൈസ്? നമ്മളിന്ന് ഇനി എന്താ കാട്ടണ്ട്? മൈനിങ്ങിന് പോകണം. അതിനാദ്യം നമ്മൾ അയാണ് 6 വെക്കാം. ബിക്കാക്സ് ഉണ്ടാക്കിയിട്ട് മൈനിങ് ചെയ്യാനുള്ളതാണ്. 2 കറക്റ്റ് ഉണ്ടാക്കാൻ വയ്ക്കുള്ളൂ അല്ലേ? സാരില്ല, നമുക്ക് മൈനിങ്ങിന് പോവാം. കേവ് ഏതാ? ഇവിടുത്തെ കേവ്. അവിടെ ഇവിടുന്ന് നമുക്ക് മൈൻ ചെയ്യാം. ഇവിടെ അവിടെ അവിടെ അയാളുടെ ഒരു ഇതുണ്ട്. നമ്മളതാണ് അടയാളം വെച്ചിരിക്കുന്നത്. അല്ല അവിടെ മൈൻ ചെയ്യാത്ത ആദ്യം കണ്ട അയാണ്. അതാണ് മൈൻ ചെയ്തില്ല. ഇവിടെ ഹെൽത്ത് പോകുന്നുണ്ട്. ചാടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ എങ്ങനെ പോവുക എടുക്കാൻ? എല്ലാണോ? ഇവിടെ
ഇവിടേക്ക് ഒരു സ്പോണറാണ്. കല്ല് ഓർമ്മയുണ്ട്. ഇവിടെ ഈ സ്പോണറുണ്ട്. ഇവിടെ സ്പോണർ ചെയ്യാതെ കൊടുക്കല്ല. കുറേ സ്ഥലം ഇപ്പോൾ ഓർമ്മയായി വരികയാണ്. ഇവിടേക്കാണെങ്കിൽ അങ്ങോട്ട് തന്നെ പോവാം. സ്ഥലമൊക്കെ ഓർമ്മയില്ല. ഇങ്ങോട്ടല്ല. ഇനി അങ്ങോട്ടാണ് പോകണ്ടേ. കുയിക്ക് ചാടല്ലേ. ഇങ്ങോട്ട് പോയാൽ കാണേണ്ടതാണല്ലോ. ഇവിടെയാണോ? നോക്കി നോക്കണോ? നോക്കാം. ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ ടോർച്ച് വെക്കാം. ഇവിടെയൊക്കെ നല്ല ചെറിയ ഇട്ടാണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ സോംബികൾ വന്ന് അറ്റാക്ക് ചെയ്താൽ ചത്ത ടോർച്ച് നോക്കിയിട്ട് നമുക്ക് അവിടെ എല്ലാ സൗണ്ടും കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു കൊലങ്ങൻ പറയുന്നതാണ് എൻ്റെ ഫ്രണ്ട്. ഇവിടെയൊക്കെ ടോർച്ച് വെക്കുക. അങ്ങോട്ട് പോകണത് ഇത്ര സേഫ് അല്ല. നോക്കണം പോലെ. ഇവിടെയൊക്കെ അവിടെ ഒരു വൈറ്റ് കളർ ഉണ്ട്. എന്താ ഇവിടെ ഡയമണ്ട് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അവിടേക്കൊക്കെ ഒന്ന് പോയേക്കണം. സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്കെൽട്ടൻ വെടിവെക്കുന്നുണ്ട്. എവിടുന്നൊക്കെ തല്ലിട്ടാണ്. പ്രശ്നമേ അല്ല. നമ്മൾ ആ സ്കെൽട്ടൻ ഒന്ന് അടിച്ചതാണ്. നമ്മളിപ്പോൾ പ്രോ പ്ലെയറിൻ്റെ പോലെ കളിക്കണേ. നിന്നെ കൊണ്ട് ഞാനേ തോൽക്കുന്നു. അടിച്ച് അതെ. ഇനി സ്കെൽട്ടൻ ഉണ്ടോ? അതവിടെ ഒരു ഗോൾഡ് ഇതൊക്കെ ഇട്ട് നിൽക്കണേ. നമുക്കിവിടെ കുറേ ടോർച്ച് ചെയ്യാനുണ്ട്. ഈ എട്ടുകാലി നമ്മളെ കാട്ടണ്ടല്ലോ ചിലപ്പോൾ. അത് കാട്ടാൻ വേണ്ടി കാട്ടും. ഈ പോയിസൺ തരുന്ന ഒരു ഇതില്ലേ എട്ടുകാലി. അത് അങ്ങനത്തെ പേരാണ് അതിൻ്റെ. അങ്ങനെ ഗോൾഡൻ സ്കെൽട്ടൻ കണ്ട് ഇവിടെയൊക്കെ ടോർച്ച് ചെയ്യാം. ടോർച്ച് ചെയ്യുമ്പോൾ വെടിച്ചാലും നമുക്ക് അവിടെ പോയി അറ്റാക്ക് ചെയ്യാം. അതേ ഇതുള്ളൂ. നമുക്ക് പോവില്ലേ. അങ്ങോട്ട് ചാടിക്ക് അറ്റാക്ക് ചെയ്യാം. അവനക്ക് കൊള്ളുന്നുണ്ട്. പക്ഷെ ചാവാത്ര ചാൻസ് ഫുള്ള് ഗോൾഡ് എടുക്കുന്നത്. അവനങ്ങോട്ട് കൊല്ലാം. അറ്റാക്ക് ചെയ്യുന്നില്ല. ഈ ചാൻസ് കിട്ടിയാൽ കൊല്ലും. എന്താണ് ഇല്ലാത്ത പരിപാടി കാണിക്കുന്നത്. ഗോൾഡും ബൂട്ട് ഇട്ടിരിക്കണ്. നിൽക്കല്ല നിൽക്കുന്ന ഫുട്ബോൾ അങ്ങനെ കളിക്കില്ല. സ്കെൽട്ടൻ്റെ ഗോൾഡൻ ബൂട്ട് ഇട്ടിരിക്കണം. മൈൻക്രാഫ്റ്റിലാണ്. നമ്മൾ റിച്ചാണ്. ഈ ഗോൾഡൻ ബൂട്ട് നമ്മൾ നെതറിൽ വർക്കാവും. ഇവിടെയൊക്കെ ടോർച്ച് ചെയ്യട്ടെ. നെതറിൽ വർക്കാവെന്ന് പറഞ്ഞ് ഗോൾഡൻ ബൂട്ട് കണ്ട പെഗ്ലിങ്സ് കാട്ടാൻ വരില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ കയ്യുണ്ടല്ലോ. നമ്മൾ വന്ന സ്ഥലം ഇവിടെ മറന്ന് കിട്ടണേ. സ്പൈഡറുണ്ട്. അതാണോ? അല്ല. അവിടെ അതവിടെയാണ്. ഇതാണ് ടോർച്ച് വെച്ചുള്ള ഉപകാരം. നമുക്ക് 4 ഡയമണ്ട് കിട്ടിയില്ലേ. അവിടെ മൈൻ ചെയ്ത് ഇവിടേക്ക് സ്കെൽട്ടൻ്റെ സൗണ്ടൊക്കെ കേൾക്കാണ്ട് പ്രശ്നമേ അല്ല. പ്രോ പ്ലെയർ ആണല്ലോ. ഈ ലാവ് വലിച്ച് അടിയിൽ പോകും മൈൻ ചെയ്യുമ്പോൾ. അത് ഇതല്ലേ നമുക്ക് മൈൻ ചെയ്യാം. ഈ ബ്ലോക്ക് നിന്ന് പോവാം. സ്പൈഡറിൻ്റെയും ഇതിനൊക്കെ സൗണ്ട് കേൾക്കാണ്ട്. ഈ ഡീപ്പ് സൈറ്റ് പൊട്ടിക്കുമ്പോൾ ക്രീപ്പർ പൊട്ടുന്ന പോലെ സൗണ്ടൊക്കെയാണ്. നമുക്കിവിടെ ആദ്യം മൈൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ അടക്കാം. ഒന്നിവിടെ, ഒന്ന് ഈ സൈഡിൽ, ഒന്നതിൻ്റെ മുകളിൽ. ഓക്കെ. ടോർച്ച് ആക്കട്ടെ. നമ്മളൊക്കെ അത്ര ടോർച്ചൊന്നും ചെയ്യുക. നമ്മൾ സ്ട്രിപ്പ് മൈൻ ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കണത്. നമുക്കിനി ഇവിടെ ഗ്രാവലുണ്ട്. അതാണ് ഇതിങ്ങനെ മൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ അടിയിക്കൊന്നുകൊണ്ടിരിക്കും. എന്തിങ്ങനെ ഈ പൊട്ടന്മാരുടെ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ഫ്രണ്ട് മൈൻക്രാഫ്റ്റ് കളിക്കണമെങ്കിൽ നമ്മൾ കളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ജോയ്സ്റ്റിക്കാണോ ഇഷ്ടം അതോ വേറെ ജോയ്സ്റ്റിക്ക് ഉണ്ട് അതാണോ ഇഷ്ടം? കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിട്ട് കളിക്കാം. ഞാൻ ഏത് ചലഞ്ചും ഏറ്റെടുക്കാൻ തയ്യാറാണ്. പോലെ കാണാതിരിക്കാൻ നമ്മൾ കട്ട പൊതിച്ചിട്ടിരിക്കണേ. നമ്മളിനി ഇവിടെ മൈൻ ചെയ്യാം. എല്ലാം കളിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ മൈൻ ചെയ്യാം. -5 ആർക്കെത്തിയോ? നിങ്ങൾക്ക് 2 കട്ട ഇങ്ങനെ ആയിട്ട് മൈൻ ചെയ്യാം.
ഒന്നെങ്കിൽ ഇങ്ങനെ ഇതാ വിചാരിച്ച് രണ്ട് മൈൻ ബ്ലോക്കായി ചെയ്യാം. മൈൻ ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രിപ്പ് മൈൻ ചെയ്യാം, ലാഭം അല്ലെങ്കിൽ കൂടി സ്റ്റെപ്പ് പോലെ സാധ്യത. ഉണ്ടാക്കി പോവാം. നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമ്മൾ സ്ട്രിപ്പ് മൈനാണ് ഇതാക്കിയിരിക്കണത്. ഒരു -51 -52 ആകുമ്പോൾ നമ്മൾ ഇതാവും. നമ്മൾ മൈൻ ചെയ്ത് പോകുന്നേ, വേറെ ഒരു നിവൃത്തിയില്ല. ടോർച്ച് ഇല്ലെങ്കിൽ ഇത് കാട്ടിയാൽ മതി. ഈ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചാൽ എല്ലാം കാണും. ടോർച്ചിൻ്റെ ആവശ്യമില്ല. ഞാൻ മിക്കവാറും ചെയ്യേണ്ടി വരും. ടോർച്ച് കൈ നിൽക്കണേ, ടോർച്ചും കൊണ്ടാൽ കാണാൻ അറിയാലോ. ചിലപ്പോൾ 12 ഡയമണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മൈൻ ചെയ്താൽ 49 20 51 എത്തും. ടോർച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതായിട്ട് നമ്മൾ കളിക്കണത് കിട്ടാൻ ചാൻസ് ഉണ്ട് ഡയമണ്ട് മൈൻ ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ 14 എത്തി. മുമ്പിൽ 3 ഡയമണ്ടൊക്കെ ആണെങ്കിൽ മൈൻ ചെയ്യുമ്പോൾ 12 ഈ 13 ഡീപ് സ്ലൈറ്റിൻ്റെ എമറാൾഡ് പറഞ്ഞെടുത്തിട്ടുണ്ട് എത്ര മൈൻക്രാഫ്റ്റ് റയർ എന്നൊക്കെ കേട്ട്. അടുത്ത എപ്പിസോഡ് തന്നെ ഡയമണ്ട് അത് മൈൻ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളൊക്കെ എടുക്കും. പൈസ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ബുക്കില്ല. നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കാൻ പോകാലോ എന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതിൽ കിട്ടുന്ന ഡയമണ്ട് കൊണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്യാം. ചിലപ്പോൾ ഫുൾ ഡയമണ്ട് ആർമറിൻ്റെ അത് കിട്ടിയാൽ അത് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യുക? എത്ര മൈൻ ചെയ്യാൻ പറ്റും? 20 എത്തി ഗൈസ്. ഇനി മൈൻ ചെയ്ത് പോവുക. എന്താ ഓണാക്കിയതുകൊണ്ട് ഒക്കെ കാണാൻ പറ്റും. എടുത്തൊക്കെ കേൾക്കണം തോന്നി. 21 ഈ 31 ടു 59 അതിൻ്റെ ശരിക്കത്തത്. 51 59 അറിയില്ല. വലിയ വലിയ യൂട്യൂബേഴ്സ് കാണുന്നത് പറഞ്ഞിട്ടാണ് ഞാൻ കളിക്കുന്നത്. നമ്മളങ്ങനെ ജയിച്ചാൽ ഞാൻ അത്ര വലിയ പ്രോ ഒന്നല്ല. കുടുങ്ങിയോ? 2 ബ്ലോക്കായില്ലേ? ഒന്ന് ചെയ്യാം. ആ ബ്ലോക്ക് എവിടെ? എന്താ ആവാത്ത? വെറുതെ അല്ല, ബിഗ് ആക്സ് കൊണ്ടാണ് ഞാൻ ആക്കണത്. എന്താ പൊട്ടനാ? ടോർച്ച് വെക്കാം. അങ്ങനെ ടോർച്ച് കഴിഞ്ഞു. സ്വാഹ. നമുക്ക് മുമ്പിലോട്ടേക്ക് പോവാം. 27 എത്തിക്കണ്. നമുക്ക് ടോർച്ച് വെക്കേണ്ട ആവശ്യമില്ല. ബ്രൈറ്റ്നസ് കൂട്ടിയാൽ പോലെ. ഡയമണ്ട് എന്താ കാണുന്നത്? ഡയമണ്ട് കിട്ടിയോ? 31. നേരത്തെ പറഞ്ഞു 31 59 കിട്ടുക. ഫോർച്ചുകൊണ്ട് പൊട്ടിക്കാം. നമ്മളൊക്കെ ഡയമണ്ട് ഇല്ല. പൊട്ടിക്കുമ്പോൾ ഒന്നോ എനിക്ക് ലക്കില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ലക്കില്ലാത്ത യൂട്യൂബറായി പോയി. സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇവിടെ സ്ട്രിപ്പ് മൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. നമുക്ക് ഇനി രാത്രി പോകണം. 51 നമ്മൾ സ്ട്രിപ്പ് മൈൻ ചെയ്യേണ്ടത്. എന്താ കേട്ടുക? 3 ബ്ലോക്ക് കുഴിച്ച കിട്ടേണ്ടതാണല്ലോ. നമുക്ക് സ്റ്റെപ്പായിട്ട് തന്നെ പോകാം. അത് നോക്കിയാൽ കാണാം. നമ്മൾ ഒരു ബ്ലോക്കും കൂടി മുമ്പ് കുഴിച്ചാലും ഡയമണ്ട് പോലെ കിട്ടുന്നത് വിചാരിച്ചു വന്നിട്ട് ഡയമണ്ട് എത്ര ആയിട്ട് പോകും. ഈ ഫോർട്ടിൻ്റെ പ്രത്യേകത അയണിലും ഡയമണ്ടിലും പീസിലും കോളിലും എല്ലാത്തിലും കിട്ടും. ഒന്ന് പൊട്ടിക്കുമ്പോൾ തന്നെ 3 4 കിട്ടേണ്ടതാണ്. പക്ഷേ ഡയമണ്ട് ഒന്ന് കിട്ടിയിട്ടുള്ളൂ. ബ്രൈറ്റ്നസ് കൂട്ടിയേക്കാം. നമുക്കിപ്പോൾ കുറച്ച് വെളിച്ചം കിട്ടുന്നുണ്ട്. നമ്മൾ കളിക്കണൊക്കെ കിട്ടുന്നുണ്ട്. കാണാൻ കിട്ടുന്നുണ്ടോ അറിയില്ല. സാരമില്ല. നമ്മളൊരു ലോങ് വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു 45ൻ്റെ മുകൾക്കൊന്നും വീഡിയോ എടുക്കൂല. നമ്മൾ അത്ര വലിയ യൂട്യൂബറൊന്നുമല്ല. അവർക്ക് കാണാനില്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ച് കണ്ടോളി. സ്കിപ്പ് ചെയ്ത് കണ്ടോളി. ഞാൻ ഉത്തരവാദിയല്ല. ഇതിലേക്ക് തന്നെ മൈൻഡ് ചെയ്ത് പോവാം. എത്താനായിട്ടുണ്ട്. എത്തി തോന്നുന്നു. അവിടുന്ന് ഇങ്ങോട്ട് കുറേ ഉണ്ടല്ലോ. 38 എത്തി. മൈനസ് ഒരു 59 ഉള്ളിൽ നമ്മൾ ഡയമണ്ട് കിട്ടും. ഉറപ്പില്ലാതില്ല. എനിക്ക് ഉറപ്പില്ല. 41 എത്തിക്കണം. ഡയമണ്ട് കിട്ടേണ്ടതാണല്ലോ അല്ലേ? അറിയില്ല. മൈൻ ചെയ്ത് ഇങ്ങനെ പോവുന്നേ. പോയോ ഉറപ്പില്ലാത്ത പരിപാടി. എന്തിനാണ് ഇങ്ങനെ കാട്ടുന്നത്? ഇത്ര മൈൻ ചെയ്തൊരു ഉപകാരം ഉണ്ടോ? ഉപകാരമുണ്ട്. നിങ്ങളിപ്പോൾ കമൻറ്റ് ചോദിക്കും
എന്തിനാണ് ഇങ്ങനെ മൈൻഡ് ചെയ്ത് പോണ്? ക്രിയേറ്റീവ് ആക്കി എടുത്തൂടെ? പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു മൈൻക്രാഫ്റ്റർ അല്ല. ഞാനെല്ലാം കണക്കൂട്ടി ചെയ്യുന്നവനാണ്, അറിയാലോ. ഞാൻ 3-ാമത്തെ എപ്പിസോഡിൽ തന്നെ ഒരു ഡയമണ്ട് കിട്ടി. ഡയമണ്ട് ഇരിക്കണേ ഇവിടെ മൈൻ ചെയ്യാം. ഇവിടെ എന്തോ ഇവിടെ എത്ര ഡയമണ്ട് കിട്ടേണ്ടതാണ്. ഒന്ന് പൊട്ടിച്ചോട്ടെ. ലക്ക് ഉണ്ടാവണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ 4 കിട്ടി. ഞാൻ പറയില്ല, 3 കിട്ടി. ലക്കാണ് ഗൈസ്. കുറേ ഡയമണ്ട് കിട്ടേണ്ടതാണ്. കാണുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളി, വേറൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ എത്ര പറയാമോ? ഇവിടുത്തെ എത്രക്കും നല്ല യൂട്യൂബറാണ്. ഡയമണ്ട് ഇല്ല. കഴിഞ്ഞു ഗൈസ്. എന്താണ് ഈ മൈൻക്രാഫ്റ്റ് ഇങ്ങനെ തന്നെയാണ്. മോജാങ് ഇങ്ങനെ തന്നെയാണ്. 12 ഡയമണ്ട് ഇട്ടിട്ടുള്ളൂ ഗൈസ്. 12 ഡയമണ്ട് പിന്നെ നല്ലപോലെ കാണാനില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കും അറിയില്ല. 2 ഡയമണ്ട്. മോജാങ് നല്ല കുട്ടിയാണ്. ഒന്ന് പൊട്ടിച്ചപ്പോൾ 14. ഒന്നിലുള്ള ഞാൻ ഇപ്പോൾ 20 ഡയമണ്ടായി. ഒരു 4 കൂടി കിട്ടിയ ബൂട്ട് ഉണ്ടാക്കായി. സ്റ്റെപ്പ് 52. ഇവിടെ മൈൻ ചെയ്ത് നോക്കാം. കിട്ടേണ്ടതാണ് അല്ലേ? കിട്ടണ്ടല്ലേ? ഫോർച്യൂൺ 3 കൊണ്ടൊക്കെ പൊട്ടിക്കണേ. മാറ്റണം. ഒരു ഇത്ര മതിയില്ലേ മൈൻ ചെയ്യാൻ? എന്താ കാട്ടുക? മൈൻ ചെയ്ത് പോകുന്നതാണ്. നിങ്ങൾക്ക് ഷിപ്പ്മെന്റ് ചെയ്യാലോ? ചെയ്യാം. 52 ഷിപ്പ്മെന്റ് ചെയ്ത് കിട്ടണതാണ്. കുറച്ച് മുമ്പോട്ട് പോകാം. എന്നിട്ട് ശ്രുതി കാട്ടുന്ന പോലെ ഒരു ബ്ലോക്ക് 5-6 ബ്ലോക്ക് പൊട്ടിക്കണം. അപ്പോൾ കിട്ടേണ്ടതാണ്. എത്ര പൊട്ടിച്ചു? ബിക്കാസ് കിട്ടേണ്ടതാണല്ലോ. എൻ്റെ കാലത്ത് പൊട്ടിയിട്ടുണ്ട്. ഇത്ര എത്തി. ബാക്കി നമ്മൾ ഇനി നമുക്ക് പോകണം. നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ? ആദ്യം വന്നാൽ മതി. ആൾക്കാർ വന്നു. സൗണ്ടേ കണ്ടല്ലോ. അയ്യൊന്നും അറിയുള്ളൂ. കുഞ്ഞു ഇവിടെ മൈൻഡ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? അയണ് കണ്ടു. അയൺ എന്തിനാണെന്ന് എനിക്കറിയില്ല. നമ്മൾ അയണാർമറും കുറേ അയണുണ്ട്. കാണുമ്പോൾ ഗോൾഡിൻ്റെ പോലെ ഉണ്ട്, കിട്ടുമ്പോൾ അയണിൻ്റെ പോലെ. എൻ്റെ കളറൊക്കെ ഒരു മഞ്ഞ കളർ തീട്ടം വാരിച്ച പോലെ ഉണ്ട് എൻ്റെ കളർ. ബാഡ് വേർഡ്സ് പറയാൻ പാടില്ല. കൺട്രോൾ മുമ്പ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കണ്ടോ? ഇങ്ങനെ ചെയ്താൽ ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഡയമണ്ടില്ലെങ്കിൽ ഇനി മുമ്പൊക്കെ പോകണം. അല്ലെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് നാളെ ഡയമണ്ട് കിട്ടിയത് കാണിച്ചു. ഗൈസ് ഡയമണ്ട് അല്ലേ? ഡയമണ്ട് ഗൈസ് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഫോർച്യൂൺ 3 കൊണ്ട് പൊട്ടിക്കാം. 2 ഉള്ളോ? ഇനി വേണം. കുറേ ഉണ്ട്. ഇതൊക്കെ ലക്കാണ് ഗൈസ്. നിങ്ങൾ വേണമെങ്കിൽ ആ സീഡ് ഇന്ന് ഞാൻ റിച്ചാണ് മക്കളെ. റിച്ച് ഇപ്പം തന്നെ 35ആയി. ഞാൻ പറഞ്ഞില്ലേ ഫോർച്യൂൺ നല്ലതാണ്. ഡയമണ്ട് പിക്കാക്സ് വെച്ചിരുന്നെങ്കിൽ എന്ത് ലാഭമല്ലേ? കുറേ കിട്ടി. അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ ഈ ഡയമണ്ടിൻ്റെ. പിക്കാക്സ് 2 ബ്ലോക്ക് ഇവിടുന്ന് മാറിയിട്ട് നമുക്ക് ഇവിടെ കണ്ണാണ് നല്ലപോലെ. അതന്നെ കുറച്ചാണ്. ഇപ്പം എത്ര ഇവിടെ മതി നമുക്ക്? ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാം. പൊട്ടിക്കട്ടെ. ഇവിടെ ഡയമണ്ടില്ല.
കുറച്ച് മാറുന്നിട്ട് ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് പൊട്ടിക്കട്ടെ 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 ഒന്നും കൂടി പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ. അല്ലെങ്കിൽ ഫുൾ മൈൻഡ് ചെയ്യണോ? ചിലപ്പോൾ ഡയമണ്ട് കിട്ടിയാലോ അടിയിലൊക്കെ കാലം ഒരു പേടി എന്തോ ഇത്ര പൊട്ടണിയാ വാസ്തിക്ക്. നമുക്ക് ഷിപ്പ് മൈനും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സുഖമില്ല. ഡയമണ്ട് ഇതിൽ അതെ ഡയമണ്ട് ഗൈസ് അതാ ഫോർച്യൂൺ പൊട്ടിക്കാൻ മറന്നു. ഫോർച്യൂൺ 3 എന്തിനാ? അതാ കുറേ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. മൈൻക്രാഫ്റ്റ് വേൾഡിലേക്ക് ഇത്രക്കും റിച്ചാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ? കുറച്ചും കൂടി കഴിയാതെ എന്താണ് യൂട്യൂബ് എടുക്കുമ്പോൾ ഈ സുഖമുണ്ട്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ കോർഡിനേറ്റ് പറഞ്ഞായിരുന്നു. എന്നാൽ എനിക്ക് കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ വന്നാൽ മതി. കോർഡിനേറ്റ് -10 68 25 40 61 41 16 39 40 6 ആണ് ഇതിൻ്റെ കോർഡിനേറ്റ് ഓണാക്കി